ഇറ്റ് ഈസ് ഒഫീഷ്യൽ ആൻഡ് ഫൈനൽ ഗൈസ്. മോദിക്ക് അവസാനം ട്രംപിന്റെ ക്ഷണക്കത്ത് കിട്ടി. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ താങ്കളോട് മര്യാദയോടെ അഭ്യർത്ഥിക്കുകയാണ്, ജനുവരി 20 നടക്കുന്ന എന്റെ ഇനാഗുറേഷൻ സെറിമണിയുടെ 7 അയലത്ത് പോലും വരരുത്. താങ്കളുടെ ഒരു കൂലിക്കാരൻ ഈ പരിപാടി ഏറ്റവും പിന്നിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നിന്ന് കാണാൻ ക്ഷണിക്കുന്നു. അതായത് ട്രംപിന്റെ ഇനാഗുറേഷനിൽ മോദിക്ക് ക്ഷണമില്ല. പകരം ക്ഷണിച്ചിരിക്കുന്നത് മോദിയുടെ വെയിറ്ററെയാണ്. ഈ വെയിറ്റർ എന്നുള്ള പദം എന്റേതല്ല കേട്ടോ, BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടേതാണ്. ഇവിടെ മോദിയുടെ വെയിറ്റർ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് വിദേശകാര്യമന്ത്രി S ജയശങ്കറെയാണ്. ഏതാനും ദിവസം മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ട്രംപിന്റെ ഇനാഗുറേഷനിൽ സംബന്ധിക്കുന്നതിന് വളരെയേറെ ലോക നേതാക്കളെ ട്രംപ് നേരിട്ട് ക്ഷണിച്ചുവെന്നും വളരെയേറെ ശ്രമിച്ചിട്ടും മോദിയെ അദ്ദേഹം അവഗണിച്ചു എന്നും അതിന് വ്യക്തമായ തെളിവുകളും ഞാൻ കാണിച്ചിരുന്നു. അത് ഒന്നുകൂടി കണ്ടുകൊള്ളൂ. അമേരിക്കൻ മാധ്യമമായ CNN കൊടുത്ത വാർത്തയാണ് ഇത്. ട്രംപ് വിദേശ രാജ്യങ്ങളുടെ തലവന്മാരെ ഫോണിലൂടെയും മറ്റ് പിൻവാതിൽ ചാനലുകളിലൂടെയും തന്റെ ഇനാഗുറേഷനെ സംബന്ധിക്കുന്നതിനായി ക്ഷണിച്ചു എന്ന് പറഞ്ഞ് CNN തന്നെ വന്ന മറ്റൊരു വാർത്തയാണ് ഇത്. തന്റെ ഇനാഗുറേഷൻ ലോകമെമ്പാടും നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ സംബന്ധിക്കുന്നതിന് ട്രംപ് വളരെ ഉത്സുകനാണ് എന്ന്, അദ്ദേഹം ഒരു ഗ്ലോബൽ സ്റ്റേജ് ഈ ഇനാഗുറേഷൻ സെറിമണിക്ക് ആഗ്രഹിക്കുന്നു എന്ന് അമേരിക്കൻ മാധ്യമമായ മയാമി ഹെറാൾഡിന്റെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്, ട്രംപ് വളരെയധികം ലോക നേതാക്കളെ തന്റെ ഇനാഗുറേഷന് ക്ഷണിച്ചു. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചിലർ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, അർജന്റീനൻ പ്രസിഡന്റ് ഹാവിയർ മിലായ് എന്നിവരാണ്. ഇതിൽ ചൈനയുടെ പ്രസിഡന്റ് ക്ഷണം നിരസിക്കുകയാണ് ഉണ്ടായത്. മുകളിൽ പറഞ്ഞ എല്ലാവരെയും ട്രംപ് നേരിട്ട് ഫോണിൽ വിളിച്ചാണ് ക്ഷണിച്ചത്. ഇവരിൽ ആരും ഇതുവരെയും തങ്ങളും ട്രംപുമായി വളരെ മികച്ച ബന്ധമാണ് എന്ന് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു നടന്നിരുന്നവരല്ല. എന്നാൽ ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിച്ച് അവരോട് ഞാനും ട്രംപും അടുത്ത സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞു നടന്ന മോദിയെ ട്രംപ് ഇതുപോലെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെയാണ്. എന്നാൽ ശ്രദ്ധേയമായ ഒരു കാര്യം, മോദിയെ അവഗണിച്ചു എങ്കിലും ഇന്ത്യയെ അദ്ദേഹം അവഗണിച്ചില്ല എന്നുള്ളതാണ്. അതിനാലാണ് ഏതെങ്കിലും ഒരു മന്ത്രിയെ തന്റെ ഇനാഗുറേഷനിൽ പങ്കെടുക്കാൻ ട്രംപിന്റെ ടീം ക്ഷണിച്ചത്. കാരണം ഗാന്ധിജിയുടെ ഇന്ത്യയെ, നെഹ്റുവിന്റെ ഇന്ത്യയെ, പട്ടേലിന്റെ ഇന്ത്യയെ, ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യയെ, രാജീവ് ഗാന്ധിയുടെ ഇന്ത്യയെ, നരസിംഹറാവുവിന്റെ ഇന്ത്യയെ, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഇന്ത്യയെ മറക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നത് മാത്രമാണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിൽ പോസ്റ്റ് ചെയ്ത മെസ്സേജാണ് ഇത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ട്രംപ് വാൻസ് ഇനാഗുറേഷൻ കമ്മിറ്റിയിൽ നിന്ന് ലഭിച്ച ഇൻവിറ്റേഷൻ പ്രകാരം വിദേശകാര്യമന്ത്രി S ജയശങ്കർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യും എന്നാണ്. വിദേശകാര്യമന്ത്രി ജയശങ്കർ ഡിസംബർ 24 മുതൽ 29 വരെയുള്ള 5 ദിവസങ്ങളിൽ അമേരിക്കയിൽ എത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും അതിന് അവസരം കൊടുത്തില്ല. ജയശങ്കർക്ക് ആകെ കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചത് ട്രംപിന്റെ ഇൻകമിംഗ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ മൈക്ക് വാൾഷിനെ മാത്രമായിരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബർ 23 ബ്രിക്സ് സമ്മിറ്റിൽ വെച്ച് മോദി പറഞ്ഞത് ലോക്കൽ കറൻസിയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ട്രേഡ് നടത്തണം എന്നായിരുന്നു. എന്നാൽ പിന്നീട് ട്രംപ് ഇന്ത്യയെ 100% താരിഫ് ഏർപ്പെടുത്തുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അതിൽ ഭയന്ന് ബ്രിക്സ് കറൻസിയിൽ ട്രേഡ് ചെയ്യാൻ താൻ തന്നെ നടത്തിയ പ്രസ്താവനയിൽ നിന്ന് മോദി പിൻവലിയുകയും US ഡോളറിൽ തന്നെ ട്രേഡ് നടത്തിക്കൊള്ളാമെന്ന് വഴങ്ങുകയും ചെയ്തു. എന്നിട്ടും ട്രംപിന് മോദിയെ ക്ഷണിക്കാൻ മനസ്സലിവുണ്ടായില്ല. ട്രംപിന്റെ മാറാലാഗോ വസതിയിലെത്തി വളരെയേറെ വിദേശ രാജ്യങ്ങളുടെ തലവന്മാർ അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ഈയിടെ രാജിവെച്ച കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ അവിടെ എത്തി സന്ദർശിച്ചിരുന്നു. എന്നാൽ മോദിക്ക് അതിനുള്ള അവസരവും ട്രംപ് നൽകിയില്ല. ജോർജിയ മെലോണിയെക്കുറിച്ച് അന്ന് ട്രംപ് പറഞ്ഞത്, വളരെ ആക്റ്റീവായ, ചുറുചുറുക്കുള്ള, കരിഷ്മയുള്ള നേതാവാണ് മെലോണി എന്നാണ്. അമേരിക്ക കഴിഞ്ഞാൽ ഒരുപക്ഷെ അമേരിക്കയിൽ ഉള്ളതിനേക്കാൾ ട്രംപ് ഭക്തന്മാർ ഉള്ള രാജ്യവും ഇന്ത്യയാണ്. ഇതിനിടയ്ക്ക് അമേരിക്കയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി നിലവിലുള്ള നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ ജെയ്ക്ക് സള്ളിവനുമായി ഇന്ത്യയിൽ വെച്ച് ഈ ജനുവരി 5 മോദി കൂടിക്കാഴ്ച നടത്തുകയും അതിനെക്കുറിച്ച് എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതും ഫലം കണ്ടില്ല. മുൻ രാജ്യസഭാ എംപിയും റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥനുമായ ജവാഹർ സിർക്കാർ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്ത് മെസ്സേജാണ് ഇതുവഴി ട്രംപ് മോദിക്ക് നൽകുന്നത് എന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇറ്റലിയുടെ പ്രധാനമന്ത്രി മെലോണി, അർജന്റീനിയൻ പ്രസിഡന്റ് മിലായി, എൽസാവദോർ പ്രസിഡന്റ് ബുക്കേലെ, ഹംഗേറിയൻ പ്രസിഡന്റ് വിക്ടർ ഓർബാൻ, ബ്രസീലിന്റെ മുൻ പ്രസിഡന്റ്, ഫ്രഞ്ച് തീവ്ര വലതുപക്ഷ നേതാവ് സെമ്മർ തുടങ്ങിയ എല്ലാ തീവ്ര വലതുപക്ഷ നേതാക്കളെയും ക്ഷണിച്ചു. പക്ഷേ മോദിയെ മാത്രം ക്ഷണിച്ചില്ല. എന്തുകൊണ്ട്? BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി മോദിയെ ക്ഷണിക്കാതെ പകരം ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി
ട്രംപിന്റെ ഇനാഗുറേഷനിൽ വന്നുകൊള്ളൂ എന്ന് അറിയിച്ചതിനെ കുറിച്ച് കളിയാക്കി വളരെയധികം ട്വീറ്റുകളാണ് ചെയ്തത്. ഇവിടെ സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നത് കണ്ടോ, അമേരിക്കയിലുള്ള വിവരമുള്ള ഇന്ത്യക്കാരിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം ഇതാണ്. സങ്കടകരം എന്ന് പറയട്ടെ, വളരെയേറെ കടുത്ത ലോബിയിങ്ങും യാചനകൾക്കും ശേഷം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററെ ഇനാഗുറേഷൻ ചടങ്ങിന് മാത്രമാണ് ക്ഷണിച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള മറ്റു പരിപാടികളിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല. എന്തിനാണ് ഇന്ത്യ ഇത്രയും തരം താഴുന്നത്? ഇവിടെ അദ്ദേഹം ചോദിക്കുകയാണ്, ഫോറിൻ സെക്രട്ടറി വെയ്റ്ററെ പിൻനിരയിൽ അംബാസഡറിനോടൊപ്പം ആയിരിക്കുമോ ഇരുത്തുക? അങ്ങനെയെങ്കിൽ അടുത്ത ഇന്ത്യയുടെ അംബാസഡർ ആകുമോ ഇദ്ദേഹം? അദ്ദേഹം മാത്രമായിരിക്കുമോ അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന ഫോറിൻ മിനിസ്റ്റർ? അങ്ങനെയെങ്കിൽ മോദിയുടെ വെയ്റ്ററെ തിരിച്ചു വിളിച്ച് ഭാരതമാതാവിനെ അപമാനിക്കുന്നത് ഒഴിവാക്കണം. ഇവിടെ അദ്ദേഹം പറയുന്നത്, മോദിക്ക് അല്പമെങ്കിലും സ്വാഭിമാനമുണ്ടെങ്കിൽ തന്റെ വെയ്റ്ററോട് ഇനാഗുറേഷന് സംബന്ധിക്കാനുള്ള ക്ഷണം നിരസിച്ചുകൊണ്ട് മോദിയുടെ അഭിമാനത്തെ കാക്കണമെന്ന് മോദി പറയണമെന്ന്. ഏതെങ്കിലും മന്ത്രിയോട് പങ്കെടുക്കാമെന്ന് ട്രംപ് പറഞ്ഞത് ഇന്ത്യയെ ക്ഷണിച്ചതാണ് എന്നും പറഞ്ഞാണ് മോദി ഭക്തന്മാർ ആശ്വാസം കൊള്ളുന്നത്. എന്നാൽ അതിന്റെ സത്യാവസ്ഥ സുബ്രഹ്മണ്യൻ സ്വാമി ഇവിടെ വ്യക്തമാക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് തന്റെ അമേരിക്കയിലുള്ള സുഹൃത്തുക്കൾ ചിരിച്ചു തള്ളുകയാണ് ഇന്ത്യയെ ട്രംപ് ക്ഷണിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ. ക്ഷണിച്ചു, പക്ഷേ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചില്ല. അത് അതിലും വലിയ അധിക്ഷേപമല്ലേ? വെയ്റ്റർ ക്ഷണം സ്വീകരിച്ച് മോദിയെ അപമാനിച്ചതിനാൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണം. ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ മറ്റൊരു ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത്, മോദി ഗവൺമെന്റ് ചൈനയുടെ മുന്നിൽ മുട്ടുമടക്കി 4067 സ്ക്വയർ കിലോമീറ്റർ ഇന്ത്യയുടെ ഭൂമി ചൈന ആവശ്യപ്പെട്ട പ്രകാരം അവർക്ക് നൽകി. ഇപ്പോൾ മോദി ഗവൺമെന്റ് അമേരിക്കയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. ഇവിടെ റാൻസ് ആൻഡ് റോസ് എന്ന ഒരു ട്വിറ്റർ യൂസർ കുറിച്ചിരിക്കുന്നത്, തമാശയ്ക്കും കളിയാക്കലുകൾക്കും അതീതമായി അല്പമെങ്കിലും പ്രാധാന്യമുള്ള എല്ലാ രാജ്യങ്ങളുടെയും തലവന്മാരെ വിളിക്കുകയും എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ക്ഷണിക്കാതിരിക്കുകയും ചെയ്തത് വളരെ അപമാനകരമായ കാര്യമല്ലേ? നശിപ്പിച്ചു കളഞ്ഞ വിദേശരാജ്യ ബന്ധങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത്. എല്ലാ ഡാൻസുകൾക്കും PR നാടകങ്ങൾക്കും ശേഷം ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ മോദി അവിടെ എത്തി തന്റെ അന്ധഭക്തന്മാരുടെ ഇടയിൽ തന്റെ നാടകം കളിക്കാനായി വരുന്നത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇതിനു മുൻപ് മോദിയെ ക്ഷണിച്ചില്ല, മറ്റു രാജ്യങ്ങളുടെ തലവന്മാരെ ക്ഷണിച്ചു എന്ന് വാർത്ത കൊടുത്തപ്പോൾ വളരെയേറെ മന്ദഭക്തന്മാർ അതിനെ വിമർശിച്ച് കമന്റ് ഇട്ടിരുന്നു. എനിക്ക് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടിയത്? ഇത് തെറ്റായ വാർത്തയാണ്. നമുക്ക് കാണാം മോദിയെ ക്ഷണിക്കുന്നത്. നിങ്ങൾക്ക് വിദേശകാര്യ ബന്ധങ്ങളെ കുറിച്ച് എന്തറിയാം? പിന്നെ സ്ഥിരമായുള്ള രാജ്യദ്രോഹി എന്ന വിളിയും. എങ്ങനെ മനുഷ്യർക്ക് ഇത്ര വിവരമില്ലാതെ ഇത്ര തരം താഴാൻ ആവുമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. സ്വന്തം രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ രാജ്യസ്നേഹികളല്ല, മറിച്ച് നിങ്ങളാണ് യഥാർത്ഥ രാജ്യദ്രോഹികൾ.